HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഓരോ രാജ്യത്തിന്റെയും വിദ്യാഭ്യാസ പുരോഗതിയെ അളക്കാൻ ഐക്യരാഷ്ട്രസഭ പോലും മാനദണ്ഡമാക്കുന്ന ഒരു ഇൻഡെക്സ് ആണിത്. ഈ ഇൻഡെക്സിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ ചാർട്ടിൽ ഒന്നാമതായി ഇടം പിടിച്ചിട്ടുള്ളത് ഐസ്ലാൻഡ് ആണ്. ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് സ്കൂൾ പ്രവർത്തിക്കുന്നത് വെറും 5 മണിക്കൂറാണ്. രണ്ടാമതായി ഇടം പിടിച്ചിട്ടുള്ളത് നോർവേയാണ്. നോർവേയിൽ സ്കൂൾ പ്രവർത്തിക്കുന്നതാകട്ടെ വെറും 5-6 മണിക്കൂർ മാത്രമാണ്. മൂന്നാമതായി സ്വിറ്റ്സർലാൻഡിലാകട്ടെ ചെറിയ കുട്ടികൾക്ക് വെറും 3 മണിക്കൂറും 4 മണിക്കൂറും ഹൈസ്കൂൾ തലത്തിൽ 5 മണിക്കൂറും വരെയാണ് അവിടെ ഒരു ദിവസം സ്കൂൾ പ്രവർത്തിക്കുന്നത്. പ്രകാരം ഈ പട്ടികയിൽ മുകൾ നിലയിൽ ഇടം പിടിച്ചിട്ടുള്ള അയർലാൻഡിലും ഫിൻലാൻഡിലും സ്കൂൾ പ്രവർത്തിക്കുന്നത് വെറും 5 മണിക്കൂർ മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളിൽ സ്കൂൾ പ്രവർത്തിക്കുന്ന ടൈം വെറും 5-6 മണിക്കൂർ മാത്രമാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ 5-6 മണിക്കൂറിന്റെ ഉള്ളിലാണ് അവരുടെ ഇന്റർവെല്, ഭക്ഷണം. അതിനു പുറമെ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടുത്തെ കുട്ടികൾക്ക് സർക്കാർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ വിദ്യാഭ്യാസത്തിന്റെ സമയം കൂട്ടുക എന്നുള്ളത് വിദ്യാഭ്യാസ പുരോഗതിക്കുള്ള ഒരു കാരണമേ അല്ല എന്നാണ് നമുക്ക് ഈ പറയുന്ന പട്ടിക കാണിച്ചു തരുന്നത്. മാത്രവുമല്ല, വളരെ വലിയ സമയം കൂട്ടുക എന്നുള്ളത് കുട്ടികളുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിന് വഴിയൊരുക്കുന്നു എന്നുള്ള പഠനങ്ങളും നമുക്ക് കാണാൻ കഴിയും. 2014 പ്രസിദ്ധീകരിച്ച AAPയുടെ പേപ്പർ, ഈ പേപ്പർ പറയുന്നത് ദൈർഘ്യമേറിയ സ്കൂൾ സമയം വിദ്യാർത്ഥികളുടെ ഊർജം ഇല്ലാതാക്കും. അപ്രകാരം വലിയ ടെൻഷൻ അവരിൽ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ടൈമിൽ വിദ്യ പഠിപ്പിക്കണമെന്നാണ് ഈ പേപ്പർ ആവശ്യപ്പെടുന്നത്. OECDയുടെ PISAയുടെ ഒരു പഠനം, ഈ പഠനം പറയുന്നത് വലിയ സമയമെടുത്ത് പഠിപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം വിദ്യാർത്ഥികളിൽ ഒരു അക്കാദമിക് നിലവാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതേ ഒരു ആശയം തന്നെയാണ് ഫിനിഷ് നാഷണൽ ഏജൻസി ഫോർ എഡ്യൂക്കേഷനും മുന്നോട്ട് വെക്കുന്നത്. അഥവാ ഒരുപാട് നേരം പഠിപ്പിച്ചു എന്നതുകൊണ്ട് കുട്ടികളിൽ വലിയ ഒരു വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ല. മറിച്ച് ഉള്ള സമയത്ത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികളിൽ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കാനുള്ള മാർഗം. നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ പറയുന്നത് നേരത്തെയും നീണ്ടതുമായിട്ടുള്ള സ്കൂൾ ഷെഡ്യൂളുകൾ കുട്ടികളിൽ ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യക്കുറവ് ഇതെല്ലാം ബാധിക്കുന്നു എന്നാണ്. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് ദൈർഘ്യമേറിയിട്ടുള്ള വിദ്യാഭ്യാസ പഠനം അത് കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഇതിനി പഠനങ്ങളുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സമയം വെച്ച് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ അവനക്ക് കഴിയില്ല. അവനക്ക് ഒരുപാട് കാര്യങ്ങൾ തലയിൽ കുത്തി നിറഞ്ഞ് അവന്റെ തല പിണ്ണാക്കാവുന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പൊതുവെ. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അവനക്ക് വരും. മാത്രവുമല്ല, സമയം കുറച്ച് വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന രാജ്യങ്ങളാണ് ലോകാടിസ്ഥാനത്തിൽ 1, 2, 3 റാങ്കിൽ നിൽക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവർ കുറച്ച ടൈമിൽ കുട്ടികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നു. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കുറെ സമയം ഇങ്ങനെ കൂട്ടിയിട്ട് കാര്യമില്ല. നിലവാരമുള്ള വിദ്യാഭ്യാസം അതിനി കുറച്ച് ടൈമിൽ കൊടുത്താലും അത് ആ കുട്ടിക്ക് എഫക്റ്റ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ 7 മണിക്കൂറോളം വിദ്യാഭ്യാസം ഇപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കെ വീണ്ടും അതിലേക്ക് 1/2 മണിക്കൂറും കൂടി കൂട്ടി 7.5 മണിക്കൂറാക്കുന്ന സർക്കാരിൻ്റെ ഈ പുതിയ നയം അത് ആവശ്യവുമല്ല, അത്യാവശ്യവുമല്ല. വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത്രയേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിനും കൂടിയും റിപ്ലൈ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ചോദ്യം പോരട്ടെ. ഒരു കാര്യം കൂടെ പറയാം. 2 മാസം മുമ്പ് അല്ലേ 1 മാസം മുമ്പല്ലേ സ്കൂളിലെ സമയം മാറ്റുന്നു. 9:30 എന്നുള്ളത് ഒരു 15 മിനിറ്റ് നേരാക്കുന്നു, മറ്റേ നേരത്തെ ആക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? ഇത് മതപഠനത്തിന് മൊത്തം പ്രശ്നമാണ്, ഞങ്ങൾ ടൈം മദ്രസയിൽ പോകും. അപ്പോൾ തിരിച്ചൊരു ലോജിക്കില്ല, മദ്രസയുടെ ടൈമിംഗ് അങ്ങ് മാറ്റിയാൽ പോരെ? അത് മാറ്റാൻ പറ്റില്ല. മദ്രസ സമയം മാറ്റിയാൽ പോരെ എന്നാണ് ചോദ്യം. അതിന് നമ്മുടെ ജഫ്രി തങ്ങൾ ഇന്നലെ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി തന്നെ അതിന് ധാരാളമാണ്. എങ്ങനെ അതെങ്ങനെ മാറ്റാം? മദ്രസമയം മാറ്റാൻ പറ്റില്ല. എവിടേക്ക് മാറ്റണം? ആകെ 24 മണിക്കൂറല്ലോ ഉറങ്ങുന്ന സമയത്താക്കുക മദ്രസ. അഥവാ ജിഫ്രി തങ്ങൾ പറയുന്നത് ഈ കുട്ടികൾ ഉറങ്ങുന്ന 1 മണിക്കും 2 മണിക്കും 3 മണിക്കും അവരെ വിളിച്ചു കൊണ്ടുവന്ന് മദ്രസ നടത്താൻ കഴിയില്ലല്ലോ. പിന്നെ അവർക്ക് നടത്താൻ പറ്റിയൊരു ടൈം ഈ അതിരാവിലെയാണ്.
അത് തന്നെ ഏകദേശം മദ്രസകളും ആരംഭിക്കുന്നത് 6:30 മണിക്കാണ്. ഈ 6:30 മണിക്ക് ആരംഭിക്കുന്ന മദ്രസയിൽ നിന്ന് തന്നെ 7 മണിയാകുമ്പോഴേക്ക് ബസ് വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് കുട്ടികൾ പോകുന്നു. ഞാനൊരു മദ്രസ അധ്യാപകനാണ്. എൻ്റെ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ 7 മണിയാകുമ്പോഴേക്കും പോകുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ള സമയക്രമം കൊണ്ടുവന്നാൽ ഈ 6:30ക്ക് തുടങ്ങുന്ന മദ്രസ 6:45 ആകുമ്പോഴേക്കും വിടേണ്ടി വരും. ഇത്തരത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു അരമണിക്കൂർ കൂട്ടേണ്ട ഒരു ആവശ്യകതയും അത്യാവശ്യകതയും ഇവിടെ നിലവിൽ ഇല്ല. അത് ശാസ്ത്രീയമായിട്ടില്ല. ഇനി നമ്മുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലും ഇല്ല. അല്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയം എമ്പാടും വലിയ വലിയ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ രാജ്യത്ത്. എന്നാൽ ഇനി രാത്രിയാക്കിയാൽ പോരെ മദ്രസ എന്നാ ചോദ്യം. അപ്പോൾ പിന്നെ രാവിലെ സ്കൂളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എപ്പോഴാണ് കുട്ടികൾ പഠിക്കുക? എപ്പോഴാണ് ഹോംവർക്ക് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അഥവാ HDIയുടെ ചാർട്ടിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ 4-5 മണിക്കൂറാണ് വിദ്യാഭ്യാസത്തിന്റെ സമയമെങ്കിൽ നമ്മുടെ നാട്ടിൽ 7 മണിക്കൂർ ഇവിടെ നിലവിൽ തന്നെയുണ്ട്. ഇനി അവിടുന്ന് വീണ്ടും കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാന്നല്ലാതെ വിദ്യാഭ്യാസ പുരോഗതി അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കണമെങ്കിൽ ഉള്ള സമയത്ത് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം എങ്ങനെ പഠിപ്പിക്കാം എന്നാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ എത്രത്തോളം സമയം കൂട്ടാൻ പറ്റും എന്നുള്ളതല്ല ചർച്ച ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഈ ചോദ്യം നമ്മുടെ മന്ത്രി ശിവൻകുട്ടി സാർ ചോദിച്ചൊരു ചോദ്യമാണ്. ഏതെങ്കിലും ചെറിയ വിഭാഗത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്കൂൾ സമയം മാറ്റാൻ പറ്റില്ല. ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ചെറിയ വിഭാഗമാണോ വലിയ വിഭാഗമാണോ എന്നുള്ളത് ഒന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ജിഫ്രി തങ്ങൾ അതിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. വന്നാൽ ഞങ്ങൾ തയ്യാറാണ്. ചർച്ചയ്ക്ക് വിളിക്കട്ടെ. ചർച്ചയ്ക്ക് വിളിക്കാനല്ലോ, അത് വലിയൊരു സമൂഹത്തിൻ്റെ ആവശ്യമില്ലേ കേരളത്തിലെ ഒന്ന്. അപ്പോൾ ചെറിയ വിഭാഗമല്ല, 27% വരുന്ന ജനങ്ങളുടെ ഒരു വികാരമാണ്. അത് മാനിക്കേണ്ടതുണ്ട്, അതിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ സ്കൂൾ സമയം മാറ്റാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ പറഞ്ഞത് ഉള്ള സമയം അവിടെ നിൽക്കട്ടെ. എന്തിനാ വെറുതെ കൂട്ടേണ്ടത്? എന്തിനാ വെറുതെ കൂട്ടുന്നത്? അത് ആവശ്യവും അത്യാവശ്യവുമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു കാര്യം അവിടെ ഇല്ലാതാകുന്നുണ്ട്. അപ്പോൾ അതിനെയല്ലേ കൂടുതൽ പരിഗണിക്കേണ്ടത് എന്ന ഒരു വിഷയം മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവിടെ സർക്കാർ പ്രഖ്യാപിക്കുകയാണ് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സ്കൂൾ സമയം മാറ്റിയിരിക്കുന്നു. സ്വാഭാവികമായും ഒരു വലിയ വിഭാഗം അതിനെതിരെ പ്രതിഷേധത്തിലേക്ക് വരും. അതിൽ മുസ്ലിം ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, മതമുള്ളവനുണ്ടാവും, ഇല്ലാത്തവനുണ്ടാവും. കാരണം അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും അതിൽ അഗ്രി ആയിരിക്കും. അപ്പോൾ ഇവർ രംഗത്ത് വരുമ്പോൾ ഈ സമയം കുഴപ്പമില്ലാത്ത കുട്ടികളുടെ അവകാശം നിഷേധിക്കലാണ് എന്നാരെങ്കിലും പറയുമോ? കാരണം അവിടെ കൂട്ടിയിട്ടുള്ളത് ആവശ്യവും അത്യാവശ്യവും ഇല്ലാത്ത ഒരു ടൈമിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ കുറെ ആളുകൾക്ക് പ്രതിഷേധമുണ്ട്, അവരുമായി ചർച്ച ചെയ്യണം, കൂടിയിരിക്കണം എന്ന ഒരു നിലപാടിലേക്കല്ലേ എത്തുക. ആ ഒരു നിലപാട് ഇവിടെയും സ്വീകരിച്ചാൽ പോരെ? ഇപ്പൊ മുസ്ലിങ്ങൾ അവരുടെ മതവിദ്യാഭ്യാസം അടിസ്ഥാനപ്പെടുത്തിയതിന്റെ പേരിൽ അത് അംഗീകരിക്കാൻ പറ്റൂല എന്നല്ലാതെ, അതിന്റെ വാശിപ്പുറത്ത് പറയുക എന്നല്ലാതെ, നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രശ്നമായി മാത്രം കണ്ടാ പോരെ. ഇനി അവസാനം ചോദിക്കാനുണ്ടാകുക, ഈ മദ്രസ തന്നെ എന്തിനാ നടത്തുന്നത്? അതെന്നെ വേണ്ടാന്ന് വെച്ചൂടെ? അതിനുള്ള മറുപടി, ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 മതം പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾക്ക് അവകാശം നൽകുന്നുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. അത് ചോദിക്കാൻ വരേണ്ടതില്ല. നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ ആർട്ടിക്കിളിനെ മാനിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ യുക്തിമതം വെച്ച്, സ്വതന്ത്ര മതം വെച്ച് രാജ്യത്തിൻ്റെ നിയമത്തിനെതിരെ പ്രവർത്തിക്കുകയല്ല വേണ്ടത്. രാജ്യമാണോ വലുത്? അല്ല, നിങ്ങളുടെ യുക്തിമതമാണോ വലുത്?